BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കരിങ്ങാംതുരുത്ത് തത്തപ്പള്ളി റോഡിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ ഇരുചക്ര വാഹന യാത്രികർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്നു. ഇന്നലെ രാത്രി തത്തപ്പള്ളി സ്കൂളിന് സമീപം വെച്ച് തെരുവ് നായ ബൈക്കിലേക്ക് ചാടി വീണു. വാഹനത്തിന്റെ വേഗം വർദ്ധിപ്പിച്ചാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. റോഡിൽ മറ്റു വാഹനങ്ങൾ കുറവായതിനാൽ അപകടം സംഭവിച്ചില്ല. അലഞ്ഞുതിരിയുന്ന തെരുവ് നായ്ക്കൾ സമീപത്തെ സ്കൂളിലെയും അങ്കണവാടികളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭീഷണിയാകുന്നതായും പരാതിയുണ്ട്. കോട്ടുവള്ളി, കരുമാലൂർ, ആലങ്ങാട് പഞ്ചായത്തുകളുടെ പരിധിയിൽ തെരുവ് നായ ആക്രമണം അടിക്കടി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 25ഓളം പേർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. അതിനാൽ തെരുവ് നായ ശല്യം നിയന്ത്രിക്കാൻ പഞ്ചായത്ത് അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പറവൂർ, വടക്കേക്കര പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ തെരുവ് നായ ശല്യം രൂക്ഷമെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒറൻതുരുത്ത് 12ാം വാർഡിൽ താമസിക്കുന്ന ആഞ്ജനേയം വീട്ടിൽ പ്രദീപന്റെ ആടിനെ തെരുവ് നായ കടിച്ചുകൊന്നു. രാവിലെ പ്രഭാത സവാരിക്ക് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം കടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. തെരുവ് നായ ശല്യത്തിനെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MD മധുലാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി. മുനമ്പത്തെ ഭൂമി വഖഫാണെങ്കിലും അല്ലെങ്കിലും അവിടുത്തെ താമസക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി P. രാജീവ്. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ നീക്കങ്ങൾക്കെതിരെ നിലപാടെടുത്തവരാണ് ഇപ്പോൾ മുനമ്പം ജനതയുടെ സംരക്ഷകരായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുനമ്പം ഭൂമി വിഷയത്തിൽ CPM നിലപാടും വസ്തുതകളും വ്യക്തമാക്കുന്നതിന് മുനമ്പം കടപ്പുറത്ത് സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്ന് പ്രഖ്യാപിച്ചത് UDFന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായ പാണക്കാട് റഷീദ് അലി തങ്ങളാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധമായ കരാറുണ്ടാക്കി ഈ ഭൂമി വിൽപ്പന നടത്തിയത് KPCC സെക്രട്ടറിയായിരുന്ന MV പോളാണ്. മുനമ്പത്തെ താമസക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് അവരിൽ നിന്ന് കരം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി കൈക്കൊണ്ടപ്പോൾ അതിനെ അട്ടിമറിയായി വിശേഷിപ്പിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തവർ ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തുതന്നെയായാലും മുനമ്പത്തെ 600-ലേറെ വരുന്ന കുടുംബങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാരിന് ഉറച്ച നിലപാടാണുള്ളതെന്നും P. രാജീവ് പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി AP പ്രിനിൽ അധ്യക്ഷത വഹിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA, മുൻ മന്ത്രി S. ശർമ്മ, CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, PB സജീവൻ, AS അരുണ, രമണി അജയൻ, KJ ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതം അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് ദേശീയ വന്യജീവി ബോർഡ് നിയോഗിച്ച വിദഗ്ധ സമിതി എത്തി. ദേശീയ വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൺ സുകുമാർ, ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ R. രഘുപ്രസാദ്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് പ്രമോദ് G. കൃഷ്ണൻ, NTCA അംഗം ഹരണി വേണുഗോപാൽ, കോട്ടയം FTPC ആൻഡ് CCF വൈൽഡ് ലൈഫ് PP പ്രമോദ്, ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G. ജയചന്ദ്രൻ, പെരിയാർ വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ S. പ്രദീപ്, പെരിയാർ ഈസ്റ്റേൺ ഡെപ്യൂട്ടി ഡയറക്ടർ IS സുരേഷ് ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പക്ഷി സങ്കേതത്തിലെ ജനവാസ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. 8.97 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖല പക്ഷി സങ്കേതത്തിൽ നിന്ന് ഒഴിവാക്കി പകരം 10.16 ചതുരശ്ര കിലോമീറ്റർ നേര്യമംഗലം വനമേഖല ചേർക്കണമെന്ന് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശയിൽ തുടർ നടപടികൾക്കാണ് പരിശോധന. ആന്റണി ജോൺ MLA, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, പഞ്ചായത്ത് വികസന സ്ഥിരസമിതി അധ്യക്ഷൻ KA സിബി, അംഗങ്ങളായ ജോഷി പൊട്ടക്കൽ, ആലി സിബി എന്നിവരുമായി വിദഗ്ധ സമിതി ചർച്ച നടത്തി. ജനവാസ മേഖല ഒഴിവാക്കുന്നതും പരിസ്ഥിതി ലോല മേഖല പക്ഷി സങ്കേതത്തിനകത്ത് തന്നെ നിശ്ചയിക്കുന്നതും സംബന്ധിച്ച റിപ്പോർട്ട് വിദഗ്ധ സമിതി ഉടൻ ദേശീയ വന്യജീവി ബോർഡിന് സമർപ്പിക്കും.
മലയടിവാരത്ത് സന്ദർശകരെ വരവേൽക്കാൻ കൂറ്റൻ പപ്പാഞ്ഞി തയ്യാറായി നിൽക്കുന്നു. നക്ഷത്ര തടാകം മെഗാ കാർണിവൽ 2024 ഭാഗമായാണ് 76 അടി ഉയരമുള്ള പപ്പാഞ്ഞിയെ ഒരുക്കിയിരിക്കുന്നത്. കാർണിവൽ നടന്ന ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ ഉയരമുള്ള സ്ഥലത്താണ് പപ്പാഞ്ഞി നിൽക്കുന്നത്. അതിനാൽ ദൂരെ നിന്ന് തന്നെ പപ്പാഞ്ഞിയെ കാണാം. 31-ന് അർദ്ധരാത്രി പപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കി പുതുവർഷത്തെ വരവേൽക്കുന്നതോടെയാണ് മെഗാ കാർണിവൽ സമാപിക്കുന്നത്. സിനിമാ കലാ സംവിധായകനായ കലേഷ് നേത്രയാണ് ശില്പി. കഴിഞ്ഞ 4-നാണ് പപ്പാഞ്ഞിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ആദ്യത്തെ ആഴ്ച അകത്തെ പൈപ്പുകൾ വൈൽഡ് ചെയ്യുന്ന പണികളായിരുന്നു. തുടർന്ന് 12 കലാകാരന്മാർ ചേർന്ന് 14 ദിവസം കൊണ്ടാണ് പപ്പാഞ്ഞിയെ പൂർണ്ണ രൂപത്തിലാക്കിയത്. പെട്ടെന്ന് കത്തിയമരുന്ന ഓല, വൈക്കോൽ, പുല്ല്, കോട്ടൺ, തുണി, ചൂളക്കഴ, മുള എന്നിവയാണ് പപ്പാഞ്ഞിയുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള വെൽവെറ്റ് വസ്ത്രങ്ങൾ കൊണ്ടാണ് പപ്പാഞ്ഞിക്ക് വസ്ത്രാലങ്കാരം നടത്തിയിരിക്കുന്നത്. 460 മീറ്റർ തുണിയാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും കലേഷ് നേത്ര പറഞ്ഞു. 1.25 ലക്ഷം ചെലവിൽ പൈപ്പുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ രൂപത്തിലാണ് പപ്പാഞ്ഞിയെ തീർത്തത്. എമ്പുരാൻ ഉൾപ്പെടെ വിവിധ സിനിമകളിൽ വസ്ത്രാലങ്കാരം നടത്തിയ കുക്കു ജീവനാണ് പപ്പാഞ്ഞിക്ക് വസ്ത്രാലങ്കാരം നടത്തിയത്. കലേഷ് നേത്ര 2-ാം തവണയാണ് നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് വേണ്ടി പപ്പാഞ്ഞിയെ സൃഷ്ടിക്കുന്നത്. ദിവസവും വൈകിട്ട് 6:30 മുതൽ 11 വരെയാണ് നക്ഷത്ര തടാകം മെഗാ കാർണിവൽ. 110 ഏക്കർ വിസ്തൃതിയുള്ള മണപ്പാട്ട് ചിറയ്ക്ക് ചുറ്റും 10,024 നക്ഷത്രങ്ങളാണ് കാർണിവലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒട്ടേറെ ആളുകളാണ് ദിവസവും കാർണിവലിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.